sir. Okay, ആ ക്വസ്റ്റൻ എഴുതിയെടുത്തോ. Take down the question. ഞാൻ ക്വസ്റ്റൻ ഒന്ന് വായിക്കാം. സിംഗിൾ സ്റ്റേജ് reciprocating air compressor is compressing 2 kilogram of air per minute at 1 bar 20 degrees Celsius, and it delivers the air at 7 bar. Assuming compression process follows the law PV raised to 1.3 equal to constant, calculate indicated power input to the compressor, neglecting the clearance volume. ക്വസ്റ്റൻ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് പറയാം. ക്വസ്റ്റൻ എടുത്തു കഴിഞ്ഞാൽ പറയണേ. ശരിയാ? ഓക്കെ, ക്വസ്റ്റൻ ഒന്നും കൂടെ നോക്കിക്കോ. A single stage reciprocating air compressor is compressing 2 kilogram of air per minute at 1 bar 20 degrees Celsius, and it delivers the air at 7 bar. Assuming the compression process follows the law PV raised to 1.3 equal to constant, calculate the indicated power input to compressor, neglecting the clearance volume. ഓക്കെ, ഒരു വൈറ്റ് ബോർഡ് കാണുന്നില്ലേ? Are you able to see a whiteboard? Sir. Yes, sir. Now, just read the question once again and understand what are the given things and what is it that is being required to find out. Single stage reciprocating air compressor ആണ് പറഞ്ഞിട്ടുള്ളത്. That means let us check out the PV diagram. The pressure volume. So single stage air compressor എന്ന് പറഞ്ഞാൽ അതിന്റെ PV diagram ഇതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങോട്ട് പോയി. This is the PV diagram. This is first stage, second stage. അതായത് ഇത് 3, ഇത് 4, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 4 to 1 is the suction stroke, 1 to 2 is the compression, and 2 to 3 is the delivery. ഈ 1 to 2 എന്ന കംപ്രഷൻ സ്ട്രോക്ക് ഇതാണ് പോളിട്രോപ്പിക് കംപ്രഷൻ. പോളിട്രോപ്പിക് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? PV raised to n equal to a constant. ഇതാണ് പോളിട്രോപ്പിക് കംപ്രഷൻ. So ഇവിടെ in this particular question, the law
of compression is given as PV raised to n equal to C. അവിടെ n അല്ലെങ്കിൽ constant of compression is PV raised to 1.3 equal to constant. So n is equal to 1.3 is given. Clear ആണോ ഇത്? Is this clear? Okay. So compression, sorry, clearance volume neglect ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രം ഇങ്ങനെ വരച്ചത്. സോ ഈ സ്റ്റേജിൽ നമുക്ക് എന്ത് എഴുതാം? P1 ഈക്വൽ ടു P4 എന്ന് എഴുതാം. സിമിലർലി ഇവിടെ എന്ത് എഴുതാം? P3 ഈക്വൽ ടു P2 എന്ന് എഴുതാം. P3 ഈക്വൽ ടു P2. ഓക്കെ, ഹിയർ വി കൺസിഡർ VC ഈക്വൽ ടു 0. VC എന്ന് പറഞ്ഞാൽ ക്ലിയറൻസ് വോളിയമാണ്. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യനിലെ ഗിവൺ കണ്ടീഷൻ ഇൻ ദ ഗ്രാഫിക്കൽ ഫോർമാറ്റ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ബോയ്സ്, ഓക്കെ, ഗുഡ്. എന്തൊക്കെയാണ് ഗിവൺ? A single stage reciprocating air compressor is compressing 2 kilogram of air per minute. That means നമുക്ക് തന്നിട്ടുള്ള ഒരു ഡാറ്റ 2 kg per minute. എന്താണിത്? What is this one? The given thing is mass flow rate. എയറിന്റെ മാസ് ഫ്ലോ റേറ്റ് ആണ്. മാസ് ഫ്ലോ റേറ്റ് ജനറലി നമ്മൾ മിനിറ്റിലല്ല പറയുക, സെക്കൻഡ്സിലാണ് പറയുക. സോ ദിസ് ഈസ് ഓർ ദിസ് ക്യാൻ ബി കൺവേർട്ടഡ് ആസ് 2/60 കിലോഗ്രാം പെർ സെക്കൻഡ്. ഇതാണ് ഒരു ഗിവൺ ഡാറ്റ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഈ മാസ് ഫ്ലോ റേറ്റിനെ ഞാൻ എം ഡോട്ട് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എം ഡോട്ട്. ഓക്കെ, മേലെ ഡോട്ടാണ് കിട്ടില്ല. എം ഡോട്ട്, എം ഡോട്ട് ആണ് അത്. ക്ലിയർ? Is it clear? Okay. അടുത്ത എന്താ വന്നിട്ടുള്ളത്? This is being delivered at 1 bar and 20 degrees Celsius. അതായത് ഇൻടേക്ക് അല്ലെങ്കിൽ ഇൻടേക്ക് സ്റ്റേജിലുള്ള പ്രഷറാണ് തന്നിട്ട്. ദാറ്റ് മീൻസ് P1 is equal to 1 bar. ഈ 1 bar എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ എങ്ങനെ എഴുതും? SI യൂണിറ്റ്സിൽ 1 × 10⁵ ന്യൂട്ടൺ പെർ meter square. 1 × 10⁵ Newton per meter square. That is also given. And temperature is given. T1, അത് 20 degrees Celsius ആണ്. It's not the SI unit. So 20 degrees Celsius plus 273. This is 293 Kelvin. This is also given. Clear അല്ലേ? Yes, sir. ഓക്കെ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇൻഡിക്കേറ്റഡ് പവർ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇൻഡിക്കേറ്റഡ് പവർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടിക്ക് നമുക്ക് നിർബന്ധമായും എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഇൻഡിക്കേറ്റഡ് പവറിന്റെ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റഡ് പവർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വർക്ക് ഡൺ പെർ സൈക്കിൾ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ വർക്ക് ഡൺ പെർ സൈക്കിളിൽ ഉള്ള ടേംസ് P1 ഉണ്ട്, P2 ഉണ്ട്, V1 ഉണ്ട്. യെസ്, P1, P2, V1 ഇതൊക്കെ വർക്ക് ഡൺ പെർ സൈക്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലുള്ള ടേംസ് ആണ്. വി ഹാവ് P1ന്റെ ആവശ്യമുണ്ട്, P2ന്റെ ആവശ്യമുണ്ട്, ദെൻ V1ന്റെ ആവശ്യമുണ്ട്. P1 V1 വരുന്നുണ്ട്, P2/P1 വരുന്നുണ്ട്. സോ ഈ ടെർമിനോളജീസ് എല്ലാം വേണം. ഈ ഇവിടെ ഈ ഇക്വേഷനിൽ നമുക്ക് അറിയുന്ന ടേം എന്താണ്? നമുക്ക് ഇപ്പം ഗിവൺ ടേംസിൽ P1 അറിയാം, 1 bar ആണ്, 1 × 10⁵ എഴുതിയിട്ടുണ്ട്. പിന്നെ P2, P2നെ പറ്റി എന്തും പറയുന്നുണ്ടോ? യെസ്,
ക്വസ്റ്റ്യനിൽ ഇറ്റ് ഡെലിവേഴ്സ് ദി എയർ അറ്റ് 7 ബാർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് P2 തന്നിട്ടുണ്ട്. P2 ഈസ് 7 ബാർ. 7 ബാർ എന്ന് പറഞ്ഞാൽ 7 into 10⁵ Newton per meter square. So P2 is also given. But what about V1? Nothing is mentioned about V1. അല്ലേ? Yes. Now, V1 ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ദ കംപ്രസർ ഈസ് കംപ്രസിങ് 2 കിലോഗ്രാം ഓഫ് എയർ പെർ മിനിറ്റ് ആണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ഈസ് നോട്ട് അബ്സല്യൂട്ട് മാസ്, ഇറ്റ് ഈസ് മാസ് ഫ്ലോ റേറ്റ് ആണ് അല്ലെ. 2/60 കിലോഗ്രാം പെർ സെക്കൻഡ് ഈസ് ദ മാസ് ഫ്ലോ റേറ്റ്. സോ എം എന്നത് അബ്സല്യൂട്ട് മാസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ളത് എം ഡോട്ട് ആണ്. ദാറ്റ് മീൻസ് എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് എപ്പോഴും വി പറയാൻ പറ്റുക അല്ലെ. സോ ഇവിടെ എം തരാത്തതുകൊണ്ട് ഇവിടെ എം ഡോട്ടാണ് തന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? വോളിയമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ വോളിയം ഫ്ലോ റേറ്റ് വി ഡോട്ടാണ് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കാൻ നമുക്ക് നമ്മുടെ അടുത്ത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ ഉണ്ട്. നമ്മളെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്താ? P1 V1 is equal to mR P1. സോ ഇവിടെ P1 V1 equal to mR T1 എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതും? ഞാൻ എഴുതാൻ പോകുന്നത് P1 V1 ഡോട്ട് ഈക്വൽ ടു m ഡോട്ട് ആർ T1. ബിക്കോസ് ഇവിടെ നമുക്കുള്ളത് എം ഡോട്ട് ആണ്. സോ എം ഡോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഡോട്ട് ആണ് കണ്ടുപിടിക്കുക. സോ P1 V1 equal to mR T1 എന്ന് എഴുതുന്നതിന് പകരം ഞാൻ P V1 ഡോട്ട് ഈക്വൽ ടു m ഡോട്ട് ആർ T1. ക്ലിയർ ആണെന്നല്ലോ പറയുന്നത്? Yes, sir. സോ V1 ഡോട്ട് ഈക്വൽ ടു എന്ത് വരും? m ഡോട്ട് ആർ T1 ഡിവൈഡഡ് ബൈ P1. ഇതിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എം ഡോട്ട് അറിയാം. ഓക്കെ, എം ഡോട്ട് 2/60 മൾട്ടിപ്ലൈഡ് ബൈ വാട്ട് ഈസ് ആർ? ആർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. ആർ ഈസ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ്. ആ ആറിന്റെ വാല്യൂ നമ്മൾ ജനറൽ ആയിട്ട് എടുക്കുന്നത് 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. 287 joule per kilogram Kelvin. This is the value for characteristic gas constant R. So 2/60 multiplied by 287 into temperature, നേരത്തെ നമ്മൾ 293 എന്ന് കണ്ടുപിടിച്ചു, whole divided by T1, 1 into 10⁵. ക്ലിയർ അല്ലേ പറയുന്നത്? Is it clear? Yes, sir. Okay. So when you solve this one, you will obtain V dot is equal to 0.028 meter cube per second. വോളിയം ഫ്ലോ റേറ്റ് ആണിത്. അതുകൊണ്ടാണ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന യൂണിറ്റ് കൊടുത്തത്. Is it clear? Yes, sir. സോ ഇപ്പൊ നമ്മളെ കയ്യിൽ എന്തായി? എല്ലാ വാല്യൂസും ഉണ്ട്. P1 ഉണ്ട്, P2 ഉണ്ട്, V1 പകരം V1 ഡോട്ട് V1 ഡോട്ട് ഉണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? We can directly go for finding work done. Work done is the indicated power. So now we can write down work done per cycle. Work done per cycle ആണ് ഇത്. ഇക്വേഷൻ എന്തായിരുന്നു? n by n minus 1 multiplied by P1 V1 ആണ്, പക്ഷെ ഈ കേസിൽ നമ്മൾ വോളിയം ഫ്ലോ റേറ്റ് എടുത്തത്. സോ V1 ഡോട്ട് V1 ഡോട്ട് മൾട്ടിപ്ലൈഡ് ബൈ എന്ത് വരും? P2 by P1 whole raised to n minus 1 by n minus 1. ഇതാണ് വർക്ക് ഡൺ പെർ സൈക്കിൾ. ഇത്രയും ജൂൾ ആണ് കേട്ടോ, ഇത്രയും ജൂൾസ് ആണ് നമുക്ക് വരും. ഇത്രയും ജൂൾസ് വർക്ക് ഡൺ പെർ സൈക്കിൾ ആണ്.
ഇത് വർക്ക് ഡൺ പെർ സൈക്കിളിന്റെ ഇക്വേഷൻ. സോ അങ്ങനെയാണെങ്കിൽ ഇൻഡിക്കേറ്റഡ് പവർ ഐ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വർക്ക് ഡൺ പെർ സെക്കൻഡ്. വർക്ക് ഡൺ പെർ സൈക്കിൾ ഇതാണെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടും? ഇൻഡിക്കേറ്റഡ് പവർ കിട്ടും. സോറി, ഒരു കാര്യം ഞാൻ ജസ്റ്റ് പറയാൻ വിട്ടുപോയി. ഈ ഇക്വേഷൻ, അതായത് വർക്ക് ഡൺ പെർ സൈക്കിളിന്റെ ഇക്വേഷൻ ഞാൻ എഴുതിയത് ഇവിടെ V1 എന്ന് തന്നെയാണ് എഴുതിയത്, V1 ഡോട്ട് അല്ല. ഇത് ജനറൽ ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ പെർ സൈക്കിൾ ആണ്. സോ ഇൻഡിക്കേറ്റർ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ്. ബട്ട് ഇവിടെ ഓൾറെഡി നമുക്ക് V1 കിട്ടിയത് എങ്ങനെയാണ്? V1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടിയത് അല്ലെ ഈ ക്വസ്റ്റ്യനിൽ. സോ നമുക്ക് ഈ ടോട്ടൽ സാധനത്തിന് ഡിവൈഡഡ് ബൈ ടൈം അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് V1 ഡോട്ട് ഇൻ ദിസ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് വർക്ക് ഡൺ പെർ സെക്കൻഡ് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. സോ ഈ ഇൻഡിക്കേറ്റർ പവറിന്റെ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒരു മാറ്റം വരുത്തിയാൽ മതി. n ബൈ n മൈനസ് 1 P1 V1 പകരം V1 ഡോട്ട് V1 ഡോട്ട് multiplied by P2 by P1 whole raised to n minus 1 by n minus 1 ഇത്രയും ജൂൾസ് പെർ സെക്കൻഡ്. ഈ ജൂൾസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് നത്തിങ് ബട്ട് വാട്ട്സ്. ഈ ഇക്വേഷനിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ചെയ്തെടുക്കാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഗിവൺ ഡാറ്റ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ n ഈസ് ഈക്വൽ ടു 1.3, PV റേസ് ടു 1.3 ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് ഇക്വേഷൻ. n 1.3 കൊടുക്കുക. P1 നമുക്കറിയാം, V1 ഡോട്ട് നമുക്കറിയാം അല്ലെ, P2 നമുക്കറിയാം. എല്ലാ വാല്യൂസും ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? Yes, sir. So if you substitute all these values, you will obtain the indicated power as IP. You will obtain as 6877.57 watts. ഇത് നമുക്ക് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കിലോ വാട്ട്സിൽ എഴുതാം. 6.878 എന്ന് എഴുതാം. 3 കിലോ വാട്ട്സ്. ഓക്കെ, നമ്മൾ ഇപ്പൊ ചെയ്തത് അത് തൊട്ട് മുന്നേ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ഈ V1 ഡോട്ട് എഴുതിയിട്ടാണ് നമ്മൾ ഇത് ഫുൾ ചെയ്തത് അല്ലെ. അത് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിന്റെ റീസൺ എന്തായിരുന്നു? ബിക്കോസ് ക്വസ്റ്റ്യനിൽ നമുക്ക് M ഡോട്ട് ആണെന്നല്ലേ. സോ മാസ് ഫ്ലോ നമുക്ക് ഇവിടെ വോളിയം ഫ്ലോ റേറ്റ് എടുക്കേണ്ടി വന്നു. സപ്പോസ് മാസ് ഫ്ലോ റേറ്റിന് പകരം M കിലോഗ്രാമിലാണ് തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വോളിയം V1 എങ്ങനെ കണ്ടുപിടിക്കും? മീറ്റർ ക്യൂബിലാണ് കണ്ടുപിടിക്കുക അല്ലെ. അപ്പം വോളിയം മീറ്റർ ക്യൂബിലാണ് കണ്ടുപിടിക്കേണ്ടി വന്നതെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ പവർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഞാൻ നേരത്തെ ആ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ടില്ല നമ്മുടെ ഈ മോഡ്യൂൾ എന്തൊക്കെയാ പഠിച്ചത്. അതിൽ കറക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതായത് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. If V1 was given in meter cube, V1 മീറ്റർ ക്യൂബിലാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ് നമ്മൾ എടുത്തത്. അതാണ്
V1 ഡോട്ട് ആയിട്ട് നമ്മൾ എടുത്തത്. ഈ മൊത്തം കേസുകൾ നമ്മൾ അങ്ങനെ എടുത്താൽ, അതുകൊണ്ട് ഇക്വേഷൻ ഇങ്ങനെ വന്നത്. V1 മീറ്റർ ക്യൂബിലാണ് ക്വസ്റ്റ്യനിലുള്ളതെങ്കിൽ, അതായത് V1 മീറ്റർ ക്യൂബിൽ കിട്ടണമെങ്കിൽ മാസ് കിലോഗ്രാമിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റ് പവർ എങ്ങനെ കണ്ടുപിടിക്കുക? ഇൻഡിക്കേറ്റ് പവർ കണ്ടുപിടിക്കുന്നത് വർക്ക് ഡൺ പെർ സൈക്കിൾ മൾട്ടിപ്ലൈഡ് ബൈ ഇൻഡിക്കേറ്റർ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ സെക്കൻഡിനാണ് നമ്മൾ ഇൻഡിക്കേറ്റർ പവർ എന്ന് പറയുന്നത്. സോ ഇൻഡിക്കേറ്റർ പവർ ഈ കേസിൽ കണ്ടുപിടിക്കുക വർക്ക് ഡൺ പെർ സൈക്കിൾ മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? Yes, sir. സോ V1 മീറ്റർ ക്യൂബിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇൻഡിക്കേറ്റർ പവർ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ കേസിൽ നമ്മൾ ഈ രീതിയിൽ കണ്ടുപിടിക്കുന്നത് V1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് നമുക്ക് കിട്ടിയത്. V1 ഡോട്ട് അത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഫ്ലോ റേറ്റ്, വോളിയം ഫ്ലോ റേറ്റ് ആയിട്ട് കിട്ടാനുള്ള റീസൺ അബ്സല്യൂട്ട് മാസ് കിലോഗ്രാമിലല്ല നമുക്ക് മാസ് തന്നത്, കിലോഗ്രാം പെർ മിനിറ്റ്. ആ കിലോഗ്രാം പെർ മിനിറ്റിൽ നമ്മൾ കിലോഗ്രാം പെർ സെക്കൻഡ് ആക്കി എടുത്ത് മാസ് ഫ്ലോ റേറ്റ് എന്നാണ് നമ്മൾ വോളിയം ഫ്ലോ റേറ്റ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിൽ ഈ രീതിയിൽ നമ്മൾ എടുക്കാൻ കാരണം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഈസ് ഇറ്റ് ക്ലിയർ? Yes, sir. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഡൗൺ ദിസ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് അടുത്ത ഇനി സെൻട്രിഫ്യൂഗൽ കംപ്രഷനിലേക്കാണ് പോവുക. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തൊക്കെ പഴയ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇതും പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സിലബസ് പ്രകാരമാണ് 5 മൊഡ്യൂളാക്കി മാറ്റിയത്. അപ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന 5th മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ടർബൈൻസ്. ആക്ച്വലി ഫ്ലൂയിഡ് മെഷീനറിയിൽ ആ ടോപ്പിക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ബേസിക്കലി ഗ്യാസ് ടർബൈൻസ് വരുന്നത് തെർമൽ എഞ്ചിനീയറിംഗിലാണ്. സോ പഴയ ഫ്ലൂയിഡ് മെഷീനറിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് എടുത്ത് നോക്കിയാലുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം 4th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ഒക്കെ ലാസ്റ്റ് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. 5th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ അതിൽ ഉണ്ടാവില്ല. ഗ്യാസ് ടർബൈൻ്റെ ക്വസ്റ്റ്യൻസ് അതിലില്ല. സോ ബട്ട് ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. സോ ആ ഒരു വ്യത്യാസം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഉണ്ടാവും. അത് മനസ്സിൽ വെച്ചിട്ട് വേണം പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാൻ. കാരണം ഗ്യാസ് ടർബൈൻസ് ഫ്ലൂയിഡ് മെഷീനറിയിൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ന്യൂ സിലബസ് പ്രകാരമാണ് 5th മൊഡ്യൂളിൽ ഗ്യാസ് ടർബൈൻ വന്നത്. That was originally a topic which usually comes under thermal engineering. Okay, I'll read this question once. A single acting single cylinder reciprocating air compressor has a cylinder diameter of 200 mm and a stroke of 300 mm. Air enters the cylinder at 1 bar, 27 degrees Celsius. It is then compressed polytropically to 8 bar according to the law PV raised to 1.3 equal to constant. If the speed of the compressor is 250 rpm, calculate first one the mass of air compressed per minute. Second, the power required in kilowatt for driving the compressor if mechanical efficiency is 80%. Neglect the clearance. അല്ലെങ്കിൽ ക്ലിയറൻസ് ഓൾ നെഗ്ലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ട്. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ പറയാം. ഇതിപ്പോ എന്തായാലും ഡിസ്കസ് ചെയ്യണം. ഇത് അടുത്ത അവറിലേക്ക് നീട്ടാൻ കഴിയില്ല.
എഴുതിയാ? ഓക്കെ. What are the given data? സിംഗിൾ സിലിണ്ടർ സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിനെ പറ്റി പറയുന്നത്. ഓക്കെ, സോ ഗിവൺ ഡാറ്റയിൽ ഫസ്റ്റ് എന്തൊക്കെയാണുള്ളത്? സിലിണ്ടർ ഡയമീറ്റർ ഈസ് ഗിവൺ അല്ലേ? സിലിണ്ടർ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, സിലിണ്ടർ ഡയമീറ്റർ ഈസ് ഗിവൺ. എത്രയാ? ഡി ഈസ് ഈക്വൽ ടു, ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നിട്ടുള്ളത്? 200 meters millimeter അല്ലേ? സോ ഡി ഈസ് ഈക്വൽ ടു 0.2 meters. അവിടെ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? Yes, sir. നിങ്ങൾ എന്തൊന്നും തിരിച്ചൊന്നും പറയാത്ത എത്ര ഡയമീറ്റർ തന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ വീണ്ടും എടുത്ത് നോക്കണ്ടിക്ക വന്നു. നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞൂടെ എത്ര ഡയമീറ്റർ തന്നിട്ടില്ല? നിങ്ങളോട് അതിനല്ലേ ക്വസ്റ്റ്യൻ ഇപ്പൊ എഴുതാൻ പറഞ്ഞത്? ഒരു രീതിയിലുള്ള സഹകരണം ഇല്ലല്ലോ. സ്ട്രോക്ക് ലെങ്ത് എന്തായാലും എനിക്ക് ഇപ്പോൾ എടുത്തേ പറ്റൂ. സ്ട്രോക്ക് ലെങ്ത് ഈസ് ഗിവൺ. എത്ര സ്ട്രോക്ക് ലെങ്ത് തന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് ഗിവൺ ആസ് 300 millimeters. സോ 0.3 meters. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Now, പിന്നെ തന്നിട്ട് എന്താ? എയർ enters the cylinder at 1 bar 27 degrees Celsius. It is compressed to polytropically 8 bar. That means intake conditions are given. Intake conditions തന്നിട്ടുണ്ട്. ഇൻടേക്ക് കണ്ടീഷൻസിലുള്ള എന്താ? പ്രഷർ തന്നിട്ടുണ്ട്. P1 is given as 1 bar ആണ്. So 1 into 10 raised to 5 Newton per meter square is given. Temperature at 27 degrees Celsius. And that means 27 plus 273. It is 300 Kelvin. തന്നിട്ടുണ്ട്. We are informed to neglect clearance volume. That means VC should be equal to 0. So VC equal to 0 എന്ന് പറഞ്ഞാൽ inlet volume should be equal to VS. V1 equal to VS. Sept volume, inlet volume അല്ലെങ്കിൽ ഇൻടേക്ക് സിലിണ്ടറിന്റെ വോളിയം ഒന്ന് തന്നെയായിരിക്കണം. സിൻസ് VC equal to 0. Now, ഈ given ഡാറ്റയിൽ നിന്ന് നമുക്ക് എന്ത് എടുക്കാം? We can find out V1. V1 can be found out as what? V1 is equal to pi by 4 d square into L. Pi by 4 d square L. സാധാരണ ഒരു സിലിണ്ടറിന്റെ വോളിയം. Yes, sir. So d square എന്ന് പറഞ്ഞാൽ 0.2 whole square into 0.3 multiplied by pi by 4. So this V1 will obtain 0.009425 meter cube. This is V1. So P1 I, V1 I. P1 and V2, P2 നമുക്കറിയാം കിട്ടിയിട്ടുണ്ട്. V1 കിട്ടി, V1 കിട്ടി. Next എന്താ ക്വസ്റ്റ്യനിൽ? The question it is given as it is compressed polytropically to 8 bar. So that means P2 is given as 8 into 10 raised to 5 Newton per meter square. So P2 എന്നാണ്. So P1 ഉണ്ട്, V1 ഉണ്ട്, you have V1, you have P2 also. So P1, P2, V1 ഇത് മൂന്നും കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും എടുക്കാം? വർക്ക് ടൺ പെർ സൈക്കിൾ കണ്ടുപിടിച്ചോ ഡയറക്റ്റ് ആയി? കണ്ടുപിടിച്ചൂടെ?
Okay, അങ്ങനെയാണെങ്കിൽ let us calculate work done per cycle. Work done per cycle ന്റെ ഇക്വേഷൻ നേരത്തെ ഞാൻ എഴുതിയതാണ്. അതൊന്നുകൂടി എഴുതണ്ടല്ലോ. n by n minus 1 multiplied by t1 v1 multiplied by t2 divided by t1 whole raised to n by n minus 1 multiplied by t1 v1 into p2 by p1 whole raised to n minus 1 by n minus 1. This is equation for work done per cycle. ഇവിടെ n എത്രയാണ്? ക്വസ്റ്റ്യനിൽ പി വി റേസ് ടു 1.3 ആണ്. സോ n is 1.3. So if you substitute values of p1, v1, p2 and n is equal to 1.3, you will get work done per cycle as 2515.3 joules. ഇതാണ് വർക്ക് ഡൺ പെർ സൈക്കിൾ കിട്ടുക. ക്ലിയർ ആണോ? This is clear? Sure. Okay. Now question എന്താ പറഞ്ഞില്ലേ? This is a single acting single cylinder air compressor ആണ് അല്ലേ? Single acting single cylinder air compressor. സിംഗിൾ ആക്ടിങ് സിംഗിൾ സിലിണ്ടർ എയർ കംപ്രസർ ആണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വർക്ക് ഡൺ പെർ സൈക്കിൾ ഇട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ പവർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാട്ട് വാസ് ഇൻഡിക്കേറ്റർ പവർ? വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ് അല്ലേ? ഓർമ്മയുണ്ടോ? ഇൻഡിക്കേറ്റഡ് പവർ ഈസ് വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ്. ഈ കേസിൽ വി ഒബ്റ്റെയിൻഡ് V1 ഇൻ ദ ടേംസ് ഓഫ് മീറ്റർ ക്യൂബ്. V1 മീറ്റർ ക്യൂബിലാണ് കിട്ടിയത്. സോ ഇൻഡിക്കേറ്റർ പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? വർക്ക് ഡൺ പെർ സൈക്കിൾ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ദാറ്റ് വിൽ ഗിവ് യു ഇൻഡിക്കേറ്റഡ് പവർ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ക്വസ്റ്റ്യനിൽ ഒന്നെന്താണ്? ദ പവർ റിക്വയർഡ് ഇൻ കിലോ വാട്ട് ആണ് ഫോർ ഡ്രൈവിംഗ് ദ കംപ്രസർ. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇൻഡിക്കേറ്റർ വർക്ക് ഡൺ പെർ സൈക്കിൾ കണ്ടുപിടിച്ചു. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആസ് യൂഷ്വൽ ഇൻഡിക്കേറ്റർ പവർ കണ്ടുപിടിക്കാം. ഇൻഡിക്കേറ്റർ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ഡൺ പെർ സൈക്കിൾ ഇൻറ്റു നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ചെയ്യുക. സോ ഇൻഡിക്കേറ്റർ പവർ IP ക്യാൻ ബി റിട്ടൺ ആസ് വർക്ക് ഡൺ പെർ സൈക്കിൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അതാണ് ആ ഇക്വേഷൻ എഴുതി കണ്ടുപിടിച്ചത്. 2515.3 multiplied by number of cycles per second. Number of cycles that is capital N. If the speed of the compressor is 250 RPM എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ 250 RPM എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് നമ്പർ ഓഫ് സൈക്കിൾസ് അല്ലേ? അത് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ മിനിറ്റ് ആണ് 250 RPM. സോ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 250 by 60. You will get indicated power as 10480.42. This much watts. This is indicated power. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഇൻഡിക്കേറ്റഡ് പവർ അല്ല. കാരണം ഇൻഡിക്കേറ്റഡ് പവർ എന്താണ്? വർക്ക് ഡൺ ഫോർ കംപ്രഷൻ ആണ് അല്ലേ? ഇനി ഇവിടെ ചോദിച്ചിരുന്നത് പവർ റിക്വയർഡ് ഇൻ കിലോ വാട്ട് ഫോർ ഡ്രൈവിംഗ് ദ കംപ്രസർ ഇഫ് മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് 80%. സോ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ കംപ്രസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഷാഫ്റ്റ് പവർ. പവർ കംപ്രസർ കണക്ട് ചെയ്തിട്ടുള്ളത് റോട്ടറുമായിട്ടാണല്ലോ. റോട്ടറിന്റെ ഷാഫ്റ്റ് എത്ര പവറിലാണോ കറങ്ങുക, ദാറ്റ് ഈസ് ദ റിക്വയർഡ് പവർ ടു ഡ്രൈവ് ദ കംപ്രസർ. So what is asked in the question is not about indicated power, it is about shaft power. Clear ആണോ ഞാൻ പറയുന്നത്? Is it clear? Yes sir. Now shaft power ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഷാഫ്റ്റ് പവർ കണ്ടുപിടിക്കാനാണ് നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസി ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. മെക്കാനിക്കൽ എഫിഷ്യൻസി ഈറ്റ മെക്ക് ഈസ് ഈക്വൽ ടു 80% തന്നിട്ടുണ്ട്. അതായത് 0.80 ആണ്. Now, if you remember the equation for mechanical efficiency, this was equal to indicated power by shaft power. അങ്ങനെയാണെങ്കിൽ ഷാഫ്റ്റ് പവർ എന്താണ്? ഷാഫ്റ്റ് പവർ ഈസ് നത്തിങ് ബട്ട്
indicated power divided by mechanical efficiency, which is 0.80. Indicated power ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. So ഇത് രണ്ടും കൂടി ചെയ്താൽ you will obtain SP in terms of watts. വാട്ട്സിലല്ല ചോദിച്ചിട്ടുള്ളത്, കിലോ വാട്ടിലാണ്. സോ യു ഹാവ് ടു കൺവേർട്ട് ഷാഫ്റ്റ് പവർ ഇൻ ടേംസ് ഓഫ് കിലോ വാട്ട്. ഇത് ക്ലിയർ ആണോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്? ഈസ് ഇസ് ക്ലിയർ? Yes, sir. ഓക്കെ, ഒറ്റ ഒരു കാര്യം കൂടി ഇതിൽ കണ്ടുപിടിക്കാനുണ്ട്. അതെന്താണ്? അതാണ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ടേം, ഫസ്റ്റ് റിക്വയർഡ് വാല്യൂ. വാട്ട് വാസ് ദാറ്റ്? മാസ് ഓഫ് എയർ കംപ്രസ്ഡ് പെർ മിനിറ്റ്. മാസ് ഓഫ് എയർ അല്ലേ, അതാണ് ഫസ്റ്റ് ചോദ്യം. കംപ്രസ്ഡ് പെർ മിനിറ്റ്. ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. മാസ് ഓഫ് എയർ കംപ്രസ്ഡ് പെർ മിനിറ്റ് എത്രയാണെന്ന് അറിയില്ല. ഇത് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് ഓൾറെഡി വി ഹാവ് ദി ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് T1 V1 ഈസ് ഈക്വൽ ടു mR T1. ഫൈൻഡ് ഔട്ട് m. P1 V1 divided by RT1. P1 നമുക്കറിയാം, V1 നമ്മൾ കണ്ടുപിടിച്ചു. R എന്തെടുക്കണം? Take R as 287 joules per kilogram Kelvin. Okay, T1 question തന്നിട്ടുണ്ട് 300 Kelvin ആണ്. So you will, when you substitute this one, you will obtain mass as 0.01905 kilogram per cycle. ഞാൻ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയ വാല്യൂസ് ആണ്. നിങ്ങൾ സമയം പോലെ ഇത് ചെയ്ത് നോക്കുക, ഈ വാല്യൂസ് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തുക. ഞാൻ കൗണ്ടർ ചെക്ക് ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഈ ഓരോ വാല്യൂ കണ്ടുപിടിച്ചത്. ദിസ് ഈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മാസ്. ബട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മാസ് ഓഫ് എയർ പെർ മിനിറ്റ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാസ് ഫ്ലോ റേറ്റ് ആണ്. മാസ് ഫ്ലോ റേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സിമ്പിളാണ്. ഇതിൽ എന്താ ചെയ്യേണ്ടത്? മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം പെർ സെക്കൻഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കിലോഗ്രാം പെർ സൈക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് മാസ് പെർ സൈക്കിൾ, മാസ് ഓഫ് കംപ്രസ്ഡ് എയർ പെർ സൈക്കിൾ മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഇത്രയല്ലേ ഉള്ളൂ. നേരത്തെ നമ്മൾ മറ്റേ വർക്ക് ഡൺ ഇൻഡിക്കേറ്റർ പവറിന്ന് ഇത് കണ്ടുപിടിച്ച പോലെ തന്നെ സെയിം. ഓൾറെഡി 2 hour ആയി. അത്ര സെയിം സ്റ്റെപ്പാണ്. സോ മാസ് കംപ്രസ്ഡ് പെർ സൈക്കിൾ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള 0.01905 കിലോഗ്രാം പെർ സൈക്കിൾ എന്നുള്ളത് അല്ലേ? ഓക്കെ, ഇനി ഇവിടെ n ബൈ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ n/60 ആണ് എടുക്കുക. അപ്പോഴാണ് കിലോഗ്രാം പെർ സെക്കൻഡ് എടുക്കുക. നമ്മളോട് ചോദിച്ചത് കംപ്രഷൻ മാസ് ഓഫ് കംപ്രസ്ഡ് എയർ പെർ മിനിറ്റ് ആണ്. ഞാൻ ഈ n/60 60 അങ്ങ് എടുത്ത് മാറ്റിയാൽ വെറും n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? ഇവിടെ കിട്ടുന്നത് പെർ മിനിറ്റ് ആയിരിക്കൂലേ? അല്ലേ? ബൈ 60 എന്നല്ലേ സെക്കൻഡ് പോകുന്നത്. വാട്ട് ഈസ് n? റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. സോ ഈ ടോട്ടൽ വാല്യൂനെ ജസ്റ്റ് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? കിലോഗ്രാം പെർ മിനിറ്റ് കിട്ടൂലേ? അത്രേ ഉള്ളൂ. ഈ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കണേ. കണ്ടുപിടിക്കൂലേ? കണ്ടുപിടിക്കൂലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ we'll stop this for now and then we'll continue with the remaining portions